ഹായ്. ഇപ്പോൾ നമുക്ക് അടുത്തൊരു ഇലിസ്ട്രേഷൻ നോക്കാം. ജസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്യാം. എ വെജിറ്റബിൾ ഓയിൽ റിഫൈനിങ് കമ്പനി ഒബ്റ്റെയിൻസ് 4 products whose cost details are joint cost of 4 products 8,29,600. അവിടെ ഒരു വെജിറ്റബിൾ ഓയിൽ റിഫൈനിങ് കമ്പനിയുടെ പ്രോബ്ലം തന്നേക്കുന്നത്. നമ്മുടെ ആ ഒരു കുഞ്ഞ് റെപ്രസെന്റേഷൻ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. നാല് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ടോട്ടൽ 4 പ്രോഡക്ട്സിന്റെയും ജോയിന്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ സ്പ്ലിറ്റ് ഓഫ് പോയിന്റിലുള്ള ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ജോയിന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 8,29,600 rupees ആണ്. കോസ്റ്റിൽ തന്നിട്ടുണ്ട്. ദെൻ ഓരോ പ്രോഡക്റ്റിന്റെയും പ്രോഡക്റ്റ് എ ബി സി ഡി എന്ന് പറയുന്നതാണ് പ്രോഡക്റ്റ് എ, പ്രോഡക്റ്റ് ബി, പ്രോഡക്റ്റ് സി, പ്രോഡക്റ്റ് ഡി. ഈ 4 പ്രോഡക്റ്റിന്റെയും ഔട്ട്പുട്ട് കോസ്റ്റിന് തന്നിട്ടുണ്ട്. 5,10,000 liters, 5,000 liters, 9,000 kilogram എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. ദെൻ ഫർദർ പ്രോസസിംഗ് കോസ്റ്റ്, അതായത് നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഈ ഒരു സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് വരെയുള്ള ടോട്ടൽ കോസ്റ്റിനാണ് നമ്മൾ ജോയിന്റ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതാണ് 8,29,000. അഗെയിൻ ഫർദർ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് എ, പ്രോഡക്റ്റ് ബി, പ്രോഡക്റ്റ് സി, പ്രോഡക്റ്റ് ഡി എന്ന് പറയുന്ന 4 പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഫർദർ പ്രോസസിംഗിന് ആവശ്യമായിട്ടുള്ള ഫർദർ പ്രോസസിംഗ് കോസ്റ്റും കോസ്റ്റിൽ തന്നിട്ടുണ്ട്. അത് പ്രോഡക്റ്റ് എക്ക് 2,40,000 rupees. അതാണ് ഈ ഫർദർ പ്രോസസിംഗ് കോസ്റ്റ് ആണ് ഇൻക്രിമെന്റൽ കോസ്റ്റ് അല്ലെങ്കിൽ അഡീഷണൽ കോസ്റ്റ് അല്ലെങ്കിൽ സെപ്പറേഷൻ കോസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ 2,40,000 rupees. പ്രോഡക്റ്റ് ബിക്ക് 48,000 rupees. പ്രോഡക്റ്റ് സിക്ക് ഒന്നുമില്ല, പ്രോഡക്റ്റ് സിക്ക് നെല്ലാണ്, ഒന്നുമില്ല. പ്രോഡക്റ്റ് ഡിക്ക് 8,030 rupees. ഓക്കെ. Then product can be sold as intermediates, that is at a split off point without further processing. ഈ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ എയും ബിയും സിയും ഡിയും എന്ന് പറയുന്നത് ഈ ഫർദർ പ്രോസസിംഗ് ഇല്ലാതെ തന്നെ ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ആയിട്ട് വിൽക്കുക. ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ വേറൊരു പ്രോഡക്റ്റിന്റെ റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന പ്രോഡക്ട്സിനാണ് ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം എയും ബിയും സിയും ഡിയും ഈ സ്പ്ലിറ്റ് ഓഫ് പോയിന്റിൽ വെച്ച് വിറ്റ് കഴിഞ്ഞാൽ അതിനെ ഇന്റർമീഡിയറ്റ് പ്രോഡക്ട്സ് ആയിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അതിന്റെ കോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് അറ്റ് ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതായത് ഇന്റർമീഡിയറ്റ് ആയിട്ട് ഈ പോയിന്റിൽ വെച്ച് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് എക്ക് 1 rupee 20 paise, പ്രോഡക്റ്റ് ബിക്ക് 4 rupee, പ്രോഡക്റ്റ് സിക്ക് 6 rupee 40 paise, പ്രോഡക്റ്റ് ഡിക്ക് 24 rupees തന്നിട്ടുണ്ട്. ആഫ്റ്റർ ഫർദർ പ്രോസസിംഗ്, ഇവിടുന്ന് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് എയും ബിയും സിയും ആയി ആഫ്റ്റർ ഫർദർ പ്രോസസിംഗിന് നമ്മൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്. ആസ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നതാണ് 1 rupee 84 paise, 8 rupee, 6 rupee 40 paise, 26 rupee 67 paise. ഓക്കെ, അതാണ് അതിന്റെ ഡീറ്റെയിൽസ്. കാൽക്കുലേറ്റ് ദ പ്രോഡക്റ്റ് വൈസ് പ്രോഫിറ്റ് അലോക്കേറ്റിംഗ് ജോയിന്റ് കോസ്റ്റ് ഓൺ നെറ്റ് റിയലൈസബിൾ വാല്യൂ. NRVന്റെ ബേസിൽ ജോയിന്റ് കോസ്റ്റിനെ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടത്തെ പ്രോഫിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് സെയിൽസ് കമ്പ്യൂട്ട് ചെയ്യണം. നമുക്ക് സെയിൽസിന്റെ ബാക്കിലോട്ട് പോകണം. ഫസ്റ്റ് നമുക്ക് ചെയ്യാം പ്രോഫിറ്റ് ആഫ്റ്റർ ഫർദർ പ്രോസസിംഗ്. അതായത് ഫർദർ പ്രോസസിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് എത്ര, ഫർദർ പ്രോസസിംഗിന് മുന്നെയാണ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് എത്ര നമുക്ക് ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ പാർട്ടിന്റെ സബ് പോയിന്റ് ആയിട്ട് നമുക്കിത് ചെയ്തു നോക്കാം. കണ്ടീഷൻ എന്ന് പറയുന്നത് ജോയിന്റ് കോസ്റ്റിനെ അപ്പോഷൻ ചെയ്യുന്ന എന്തിന്റെ ബേസ് ആയിരിക്കും? നെറ്റ് റിയലൈസബിൾ വാല്യൂന്റെ ബേസ് ആയിരിക്കും. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫ് ആണ്. സ്പ്ലിറ്റ് ഓഫ് പോയിന്റിൽ വെച്ചിട്ടുള്ള സെയിൽസ് ആണ്. അപ്പോൾ സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? സെയിൽസ് ആഫ്റ്റർ ഫർദർ പ്രോസസിംഗിൽ നിന്ന് അഡീഷണൽ എക്സ്പെൻസ് നമ്മൾ ലെസ് ചെയ്ത് കളയണം. ഓക്കെ, സെയിൽസ് ആഫ്റ്റർ ഫർദർ പ്രോസസിംഗിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം? അഡീഷണൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഇൻക്രിമെന്റൽ കോസ്റ്റ് നമ്മൾ ലെസ് ചെയ്ത് കളയണം. അപ്പൊ നമുക്ക് ചെയ്യാം പ്രോഫിറ്റ് ആഫ്റ്റർ ഫർദർ പ്രോസസിംഗ്. പ്രോഡക്റ്റ് എ, പ്രോഡക്റ്റ് ബി, പ്രോഡക്റ്റ് സി, പ്രോഡക്റ്റ് ഡി. ഓക്കെ, then sales after further processing. Sales after further processing
9,20,000. എങ്ങനെ 9,20,000 കിട്ടി എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഞാനത് ചെയ്തില്ല. ഞാൻ PDF നോക്കിയപ്പോൾ 9,20,000 എന്ന് എഴുതിപ്പോയി, സോറി. അപ്പം സെയിൽസ് ആഫ്റ്റർ ഫർദർ പ്രോസസിങ് കഴിഞ്ഞതിന് ശേഷം വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് എയുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1.84, പ്രോഡക്റ്റ് ബിയുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ₹8, പ്രോഡക്റ്റ് സിയുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 6.40, പ്രോഡക്റ്റ് ഡിയുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 26.6 ആവും. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ സെയിൽസ് ആഫ്റ്റർ ഫർദർ പ്രോസസിങ് കിട്ടുന്നത് ഇവിടെ 5 lakh rupees ആണ്. 5 lakh യൂണിറ്റ് ആണ് പ്രൊഡക്ഷൻ നടത്തുന്നത് പ്രോഡക്റ്റ് ഇൻറ്റു 1.84 എന്ന് പറയുന്ന സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9,20,000 rupees എന്ന് കിട്ടും. ദെൻ ബിയുടെ ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 10,000 യൂണിറ്റ് ആണ്. ആ 10,000 ഇൻറ്റു 8 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 80,000 എന്ന് പറയുന്ന അതിന്റെ ടോട്ടൽ സെയിൽസ് കിട്ടും. ദെൻ പ്രോഡക്റ്റ് സിന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് യൂണിറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5,000 യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ 5,000 ലിറ്റേഴ്സ് ആണ്. ഇൻറ്റു 6.40 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ടോട്ടൽ സെയിൽസ് ആഫ്റ്റർ ഫർദർ പ്രോസസിങ് കിട്ടും. ഇൻറ്റു ചെയ്യുമ്പോൾ 32,000. ദെൻ പ്രോഡക്റ്റ് ഡിക്കുള്ളത് 9,000 കിലോഗ്രാം ആണ്. 9,000 ഇൻറ്റു 26.67 ചെയ്യണം. അപ്പൊ നമുക്ക് 2,40,030 rupees നമുക്ക് സെയിൽസ് കിട്ടും. അപ്പോൾ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫ് ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. സ്പ്ലിറ്റ് ഓഫ് പോയിന്റിലെ സെയിൽസ് കിട്ടണമെങ്കിൽ സെയിൽസ് ആഫ്റ്റർ ഫർദർ പ്രോസസിംഗ് നിന്ന് നമ്മൾ അഡീഷണൽ എക്സ്പെൻസ് ലെസ് ചെയ്ത് പറയണം. അപ്പൊ സെയിൽസ് ആഫ്റ്റർ ഫർദർ പ്രോസസിംഗ് നമ്മൾ എടുത്തു. ദെൻ അഡീഷണൽ ഓർ ഇൻക്രിമെന്റൽ കോസ്റ്റ് നമ്മൾ ലെസ് ചെയ്യുന്നു. അപ്പൊ ഇൻക്രിമെന്റൽ കോസ്റ്റ് ലെസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഫർദർ പ്രോസസിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് എക്ക് 2,40,000 rupees ഉണ്ട്, പ്രോഡക്റ്റ് ബിക്ക് 48,000 rupees ഉണ്ട്, പ്രോഡക്റ്റ് സിക്ക് ഫർദർ പ്രോസസിംഗ് കോസ്റ്റ് ഇല്ല, ഫർദർ പ്രോസസിംഗ് ചെയ്യുന്നില്ല, പ്രോഡക്റ്റ് ഡിക്ക് 8,030 rupees ഉണ്ട്. ഇത് നമ്മൾ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫ് കിട്ടും. അപ്പോ സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫ് ഈക്വൽ ടു നെറ്റ് റിയലൈസബിൾ വാല്യൂ. NRV എന്ന ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താണ്? സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫ് ആണ്. സോറി, ഞാനിവിടെ ഒരു ടോട്ടൽ കോളം കൂടെ പ്രൊവൈഡ് ചെയ്യാണ്. ടോട്ടൽ കോളം total sales is 9,20,000, 80,000, 32,000, 2,40,000, 30 rupees. ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 12,72,030 rupees എന്നുള്ളൊരു സെയിൽസ് കിട്ടും. അതേപോലെ നമുക്ക് എല്ലാ ഫർദർ പ്രോസസിംഗ് കോസ്റ്റ് കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2,96,030 rupees എന്ന് കിട്ടും. ഇത് നമുക്ക് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 9,76,000 എന്ന് കിട്ടും. അതുപോലെ നമുക്ക് ഇതെല്ലാം ലെസ് ചെയ്യാം. ഇതെല്ലാം ലെസ് ചെയ്യുമ്പോൾ 9,20,000 2,40,000 rupees നമ്മൾ ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 6,80,000 rupees ആണ്. ദെൻ ഇവിടെ നമുക്ക് കിട്ടുന്നത് 30,000 rupees ആണ്. 80,000 rupees 48,000 കുറയ്ക്കുമ്പോൾ ദെൻ 32,000 നമുക്ക് അഡീഷണൽ എക്സ്പെൻഡിച്ചേഴ്സ് ഒന്നുമില്ല. അവിടെ 32,000 നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. കാരണം പ്രോഡക്റ്റ് സി എന്ന് പറയുന്നത് ഫർദർ പ്രോസസിങ്ങിന് വിധേയമാക്കുന്നില്ല. ദെൻ പ്രോഡക്റ്റ് ഡി അല്ലെങ്കിൽ ഫർദർ പ്രോസസിങ് കോസ്റ്റ് അതിനില്ല എന്ന് പറയുന്നതായിരിക്കും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ്. പ്രോഡക്റ്റ് ഡി എന്ന് പറയുന്നത് 2,40,030 rupees 8,030 rupees നമ്മൾ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2,32,000 rupees കിട്ടും. ഓക്കെ, അപ്പം സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫിനാണ് നമുക്ക് നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയാവുന്നത്. അപ്പൊ ടോട്ടൽ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ടോട്ടൽ ജോയിൻ കോസ്റ്റ് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫിന്റെ ബേസിൽ അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. അപ്പോർഷൻ ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് എക്ക് 8 lakh ജോയിൻ കോസ്റ്റ് എന്ന് പറയുന്നത് 8,29,600 ഇൻറ്റു ഈ ഒരു പ്രപ്പോർഷൻ നെറ്റ് റിയലൈസബിൾ വാല്യൂവിന്റെ പ്രപ്പോർഷൻ, അതായത് 8,60,000 ഈസ് ടു 32,000 ഈസ് ടു 32,000 ഈസ് ടു 2,32,000 എന്നുള്ള ഒരു പ്രപ്പോർഷനാണ് നമുക്ക് അതിന് എന്ത് ചെയ്യേണ്ടത്? അപ്പോർഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം 8,29,600 ആണ് നമുക്ക് അപ്പോർഷൻ ചെയ്യേണ്ടത്. അത് ഇൻറ്റു 6,80,000 ഡിവൈഡഡ് ബൈ 9,76,000.
6,80,000 ഡിവൈഡഡ് ബൈ 9,76,000 നമ്മൾ ചെയ്യണം. എക്കുള്ള അപ്പോൾ അപ്പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് റൗണ്ട് ചെയ്ത് 5,78,000 റുപ്പീസ് എന്ന് കിട്ടും. ഓക്കെ, പ്രോഡക്റ്റ് ബിക്കുള്ളത് 8,29,600 ഇൻറ്റു 32,000 പ്രപ്പോർഷൻ ഇൻറ്റു 32,000 ഡിവൈഡഡ് ബൈ ഇതിന്റെ ഇത്രയും ടോട്ടൽ ഇവിടെ ടോട്ടൽ കോളത്തിലുണ്ട് 9,76,000. ദാറ്റ് ഈസ് ഈക്വൽ ടു 27,200. പ്രോഡക്റ്റ് സിക്ക് എന്ന് പറയുന്നത് 8,29,600 ഇൻറ്റു സെയിം 32,000 ഡിവൈഡഡ് ബൈ 9,76,000. ദാറ്റ് ഈസ് ഈക്വൽ ടു 27,200. പ്രോഡക്റ്റ് ഡിക്ക് എന്ന് പറയുന്നത് 8,29,600 ഇൻറ്റു പ്രോഡക്റ്റ് ഡിയുടെ സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫ് അല്ലെങ്കിൽ നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത് 2,32,000 ഡിവൈഡഡ് ബൈ 9,76,000. ദാറ്റ് ഈസ് ഈക്വൽ ടു 1,97,200 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ജോയിന്റ് കോസ്റ്റ് ഫുൾ നമ്മൾ നെറ്റ് റിയലൈസബിൾ വാല്യൂ അല്ലെങ്കിൽ സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫിന്റെ ബേസിൽ അപ്പോർഷൻ ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അപ്പോർഷൻ ചെയ്യുമ്പോൾ 8,29,600 നമ്മൾ അപ്പോർഷൻ ചെയ്യുന്നു. ഈ സംഗതി അകത്തോട്ട് എടുക്കുമ്പോൾ പ്രോഡക്റ്റ് എക്ക് നമുക്ക് അപ്പോർഷൻ ചെയ്തപ്പോൾ കിട്ടിയത് 5,78,000 റുപ്പീസ് എന്നാണ്. റൗണ്ടഡ് ഫിഗർ ആയിരിക്കും, നിങ്ങൾ അതിനെ പോയിന്റ് ഇട്ടിട്ട് റൗണ്ട് ചെയ്ത് എടുക്കേണ്ടി വരും, എന്നാലേ 8,000 കിട്ടുള്ളൂ ലാസ്റ്റ്. 32,000 സിറ്റുവേഷനിൽ നമുക്ക് വരുന്നത് 27,200, അഗെയിൻ 27,200. ദെൻ നമുക്ക് വരുന്നത് 1,97,200 എന്നുള്ള കേസാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ജോയിന്റ് കോസ്റ്റ് ആണ് നമ്മൾ അപ്പോർഷൻ ചെയ്തത്. ജോയിന്റ് കോസ്റ്റ് നമ്മൾ അപ്പോർഷൻ ചെയ്ത് എഴുതി. സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫിൽ നിന്ന് ജോയിന്റ് കോസ്റ്റ് നമുക്ക് ലെസ് ചെയ്യാം. ജോയിന്റ് കോസ്റ്റ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. Profit in a difference profit 1,02,000, then 4,800, then 4,800, 34,800, total 1,46,400. ഓക്കെ, അപ്പോൾ നമുക്ക് ആഫ്റ്റർ ഫർദർ പ്രോസസ്സിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രോഡക്റ്റ് വിൽക്കുകയാണോ എന്നുണ്ടെങ്കിൽ ജോയിന്റ് കോസ്റ്റിനെ നമ്മൾ അപ്പോർഷൻ ചെയ്യുന്നത് നെറ്റ് റിയലൈസബിൾ വാല്യൂ അല്ലാന്നുണ്ടെങ്കിൽ സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫിന്റെ ബേസിലാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് എത്ര എന്നാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് സെയിൽസ് ബിഫോർ ഫർദർ പ്രോസസ്സിംഗ്. നമുക്ക് ഫർദർ പ്രോസസ്സിംഗ് ചെയ്യാതെ തന്നെ ഇന്റർമീഡിയറി പ്രോഡക്റ്റ് ആയിട്ട് എയും ബി സിയും നമുക്ക് സെയിൽ ചെയ്യാതെ നമുക്ക് കോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അവിടെയും ജോയിന്റ് കോസ്റ്റിനെ നമ്മൾ നെറ്റ് റിയലൈസബിൾ വാല്യൂന്റെ ബേസിലാണ് അപ്പോർഷൻ ചെയ്യുന്നത്. ആ സിറ്റുവേഷനിൽ പ്രോഫിറ്റ് എത്ര എന്ന് നമുക്ക് നോക്കാം. സെയിൽസ് പ്രോഫിറ്റ് ബിഫോർ ഫർദർ പ്രോസസ്സിംഗ്. ഓക്കെ, then sales before further പ്രോസസ്സിംഗ്. ഓക്കെ, ഫർദർ പ്രോസസ്സിംഗ് ചെയ്യുന്നതിന് മുമ്പേ ഈ ഒരു പോയിന്റ് വെച്ചുകൊണ്ട് നമുക്ക് സെയിൽ നടത്താൻ പറ്റും, ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ആയിട്ട് സെയിൽ നടത്താൻ പറ്റുമെന്ന് ക്വസ്റ്റിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പം അതിന്റെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്. ആസ് ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞിട്ട് 1 ലിറ്ററിന് 1.2 എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാം. 5 lakh ലിറ്റേഴ്സ് ആണ്. 5 lakh ഇൻറ്റു 1.20, ദാറ്റ് ഈസ് ടോട്ടൽ 6 lakh റുപ്പീസ് എന്ന് വരും. പ്രോഡക്റ്റ് ബി എന്ന് പറയുന്നത് ബിന്റെ സെല്ലിംഗ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 10,000 ആണ്. 10,000 ഇൻറ്റു 4 ആണ്, അപ്പോൾ 40,000 റുപ്പീസ് എന്ന് വരും. ദെൻ പ്രോഡക്റ്റ് സി എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് 5,000 ലിറ്റേഴ്സ് ആണ് ഇൻറ്റു 6.40, അപ്പോൾ അത് 32,000 റുപ്പീസ് എന്ന് വരും അതിന്റെ സെയിൽസ്. ദെൻ പ്രോഡക്റ്റ് ഡിക്ക് വരുന്നത് 8,030 ഇൻറ്റു 24 ആണ്, റുപ്പീസ് 24 ആണ് പെർ കിലോഗ്രാം. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 2,16,000 എന്ന് നമുക്ക് കിട്ടും. ഇതിന്റെ ടോട്ടൽ സെയിൽസ് എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ കോളത്തിൽ നമുക്ക് ഇതിന്റെ ടോട്ടൽ സെയിൽസ് മാർക്ക് ചെയ്യാം. ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 8,88,000 റുപ്പീസ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല. നേരത്തെ സെയിൽസ് ബിഫോർ ഫർദർ പ്രോസസ്സിംഗിന്റെ ബേസിൽ ചെയ്തു. ഇവിടെ നമ്മൾ ചെയ്തത് സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫിന്റെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ആസ് ഇന്റർമീഡിയറ്റ് എന്ന് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന
സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഇൻറ്റു നമുക്ക് ടോട്ടൽ സെല്ലിംഗ് ക്വാണ്ടിറ്റി കോസ്റ്റിൽ തന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് എന്ന് പറയുന്ന പ്രോഡക്റ്റ് എക്ക് എത്രയാണ്, ബിക്ക് എത്രയാണ്, സിക്ക് എത്രയാണ്, ഡിക്ക് എത്രയാണ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇൻറ്റു നമ്മൾ അവിടെ എഴുതി, അത്രേ ചെയ്തുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. അപ്പോൾ നമുക്കത് എന്തായി, സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫ് ആണ് ഈ സംഗതി. അതായത് സെയിൽസ് ബിഫോർ ഫർദർ പ്രോസസ്സിംഗ് എന്നോ സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫ് എന്നൊക്കെ പറയാം. അതിൽ നമുക്ക് ജോയിന്റ് കോസ്റ്റ് കുറയ്ക്കാം. ജോയിന്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നെറ്റ് റിയലൈസബിൾ വാല്യൂവിന്റെ ബേസിലാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് ഫസ്റ്റ് പാർട്ടിൽ എ പാർട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിനകത്ത് വരുന്ന 2 സബ് പോയിന്റ്സ് ആണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇതിൽ സെയിൽസ് ബിഫോർ ഫർദർ പ്രോസസ്സിംഗ് ആണെങ്കിൽ പ്രോഫിറ്റ് എത്ര, സെയിൽസ് ആഫ്റ്റർ ഫർദർ പ്രോസസ്സിംഗ് ആണെങ്കിൽ പ്രോഫിറ്റ് എത്ര, അതാണ് ഈ ക്വസ്റ്റിനകത്ത് പറഞ്ഞു പോകുന്നത്. സിറ്റുവേഷൻ എന്ന് പറയുന്നത് ജോയിന്റ് കോസ്റ്റ് ഉറപ്പായിട്ട് അപ്പോർഷൻ ചെയ്യേണ്ട നെറ്റ് റിയലൈസബിൾ വാല്യൂവിന്റെ ബേസിലായിരിക്കും. ദെൻ ഇവിടെ 5,78,000. Then B ക്ക് വരുമ്പോൾ 27,200, 27,200. Then 1,97,200. ഇതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 8,29,600. സെയിം. ദെൻ നമുക്ക് ഇതിന്റെ പ്രോഫിറ്റ് എടുക്കാം. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഡിഫറൻസ് സെയിൽസിൽ നിന്നും, സെയിൽസ് ബിഫോർ ഫർദർ പ്രോസസ്സിൽ നിന്നും ജോയിന്റ് കോസ്റ്റ് നമ്മൾ നെറ്റ് റിയലൈസബിൾ വാല്യൂവിന്റെ ബേസിൽ അപ്പോർഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സംഗതി നമ്മൾ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് എയിൽ നിന്നും 22,000 rupees, പ്രോഡക്റ്റ് ബിയിൽ നിന്നും 12,800, പ്രോഡക്റ്റ് സിയിൽ നിന്നും 4,800, പ്രോഡക്റ്റ് ഡിയിൽ നിന്നും നമുക്ക് 18,800 പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 58,400 ആണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ബി പാർട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത് കമ്പയർ ദ പ്രോഫിറ്റബിലിറ്റി ഇൻ സെല്ലിംഗ് പ്രോഡക്റ്റ് വിത്ത് ഓർ വിത്തൗട്ട് ഫർദർ പ്രോസസ്സിംഗ് എന്നാണ്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഡിസിഷൻ എടുക്കണം. അപ്പോൾ നമുക്ക് ഇൻക്രിമെന്റൽ ഓർ അഡീഷണൽ പ്രോഫിറ്റ് ബൈ ഫർദർ പ്രോസസ്സിംഗ് ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് ബി ഓഫ് അഡീഷണൽ പ്രോഫിറ്റ് ബൈ ഫർദർ പ്രോസസ്സിംഗ്. ഈ ഫർദർ പ്രോസസ്സിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റ് ആണ്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു കാര്യം ഇവിടെ വെച്ച് വിൽക്കുമ്പോഴുള്ള പ്രോഫിറ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു, ടോട്ടലുള്ള പ്രോഫിറ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. ശരിക്കും ഇതിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് എന്ത് പറയേണ്ടത്, ഇൻക്രിമെന്റൽ ഓർ അഡീഷണൽ പ്രോഫിറ്റ് ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഒരു പ്രോഡക്റ്റ്, ഈ പറഞ്ഞിരിക്കുന്ന പ്രോഡക്റ്റ് സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റിൽ വെച്ചിട്ട് സെൽ ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര പ്രോഫിറ്റ് എന്നും, ആഫ്റ്റർ ഫർദർ പ്രോസസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് എത്രയാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു ഓൾറെഡി. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു അഡീഷണൽ ഏരിയയിൽ മാത്രം എക്സ്ട്രാ പ്രോസസ്സിന് വിധേയമാക്കിയപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രോഡക്റ്റ് എ ബി സി ഡി ജനറേറ്റ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് ആണ് നമുക്ക് ഇവിടെ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അതായത് അഡീഷണൽ പ്രോഫിറ്റ് ജനറേറ്റഡ് ബൈ മേക്കിംഗ് ആഫ്റ്റർ ഫർദർ പ്രോസസ്. ഓക്കെ, അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അത് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ സെയിൽസ് അല്ലെങ്കിൽ ഇൻക്രിമെന്റൽ സെയിൽസ് കണ്ടുപിടിക്കണം. ടോട്ടൽ സെയിൽസിൽ നിന്നും സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫ് ലെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അഡീഷണൽ സെയിൽസ് കിട്ടും. ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫ് ആണ് അഡീഷണൽ ഓർ ഇൻക്രിമെന്റൽ സെയിൽസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലേഴ്സ് കോളം പ്രൊവൈഡ് ചെയ്യുന്നു. പ്രോഡക്റ്റ് എ, പ്രോഡക്റ്റ് ബി, പ്രോഡക്റ്റ് സി, പ്രോഡക്റ്റ് ഡി, ടോട്ടൽ. ദെൻ സെയിൽസ് ആഫ്റ്റർ ഫർദർ പ്രോസസ്. സെയിൽസ് ആഫ്റ്റർ ഫർദർ പ്രോസസ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. നമുക്ക് പെർ യൂണിറ്റിന്റെ അത് വെച്ചിട്ട് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. 1.84 ഇൻറ്റു 5 lakh യൂണിറ്റ് നമ്മൾ ചെയ്യുമ്പോൾ 9,20,000 നമ്മൾ മുന്നേയുള്ള സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്തതാണ്. ദെൻ 80,000, ദെൻ 32,000, 2,40,000, 30. ഓക്കെ, ഇതിന്റെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് നമുക്ക് 12,72,030. ദെൻ നമുക്ക് വേണ്ടത് സെയിൽസ് ബിഫോർ ഫർദർ പ്രോസസ്സിംഗ്. അതാണ് സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫ് എന്ന് പറയുന്നത്. സെയിൽസ് ബിഫോർ ഫർദർ പ്രോസസ്സിംഗ്.
ഇതും നമ്മൾ തൊട്ട് മുന്നത്തെ സ്റ്റേറ്റ്മെന്റിൽ കമ്പ്യൂട്ട് ചെയ്ത സെയിൽസ് ആണ്. അത് സെയിൽസ് ബിഫോർ ഫർദർ പ്രോസസിങ്ങിനുള്ള സെല്ലിംഗ് പ്രൈസ് ആസ് ഇന്റർമീഡിയറ്റിന്റെ സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്. പ്രോഡക്റ്റ് എക്ക് 1.2, പ്രോഡക്റ്റ് ബിക്ക് 4, പ്രോഡക്റ്റ് സിക്ക് 6.40, പ്രോഡക്റ്റ് ഡിക്ക് 24.00 എന്നൊക്കെ തന്നിട്ടുണ്ട്. അതേ ഇൻഡു തന്നിരിക്കുന്ന ഔട്ട്പുട്ട് നമ്മൾ ഔട്ട്പുട്ട് കൊണ്ട് ഇൻഡു ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടുത്തെ ആ ഒരു സെയിൽസ് കിട്ടുന്നത്. അത് തൊട്ട് മുന്നത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തതാണ്. 6 lakh യൂണിറ്റ് ആണ് അവിടുത്തെ സെയിൽസ്. ദെൻ 40,000, then again 32,000, 2,16,000, അങ്ങനെ ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ 8,88,000. ഇതിന്റെ ഡിഫറൻസ്, അതായത് സെയിൽസ് ആഫ്റ്റർ ഫർദർ പ്രോസസിംഗ് സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫ് എടുത്തു, ഇതുവരെയുള്ള സെയിൽസ് കൊടുത്തു. അതിന്റെ ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത് സെയിൽസ് ആസ് ഇന്റർമീഡിയറ്റ് സെയിൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻക്രിമെന്റൽ സെയിൽസ് എന്ന് പറയാം നമുക്ക്. ഇൻക്രിമെന്റൽ സെയിൽസിന്റെ ഡിഫറൻസ് ആണ് 3,20,000, then 40,000, then പ്രോഫിറ്റ് ഇല്ല, നോ പ്രോഫിറ്റ് ഇൻ കേസ് ഓഫ് പ്രോഡക്റ്റ് സി. ദെൻ നമുക്ക് പ്രോഡക്റ്റ് ഡിക്ക് 2,16,000, ദെൻ ഇതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 2,16,000 അല്ല, 2,16,000 സെയിൽസ് ബിഫോർ ഫർദർ പ്രോസസിംഗ് ആണ്. സെയിൽസ് ആഫ്റ്റർ ഫർദർ പ്രോസസിംഗ്, സെയിൽസ് ബിഫോർ ഫർദർ പ്രോസസിംഗ് നമ്മൾ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 24,030 rupees എന്നാണ്. അതാണ് ഇൻക്രിമെന്റൽ സെയിൽസ് ഓർ അഡീഷണൽ സെയിൽസ് എന്ന് പറയുന്നത്. ദെൻ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3,84,030 rupees എന്നാണ്. ദെൻ ഇൻക്രിമെന്റൽ സെയിൽസ് എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഏരിയ, അഡീഷണൽ ഏരിയയിൽ നിന്ന് ഉണ്ടാകുന്ന അഡീഷണൽ സെയിൽസ് ആണ് ഇവിടുത്തെ ഇൻക്രിമെന്റൽ സെയിൽസ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തത്. സെയിൽസ് ആഫ്റ്റർ ഫർദർ പ്രോസസിംഗ് മൈനസ് സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി. ഇനി ഈ ഇൻക്രിമെന്റൽ സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഏരിയ അഡീഷണൽ കോസ്റ്റ് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഇൻക്രിമെന്റൽ ഓർ അഡീഷണൽ സെയിൽസിൽ നിന്നും ഈ പറഞ്ഞിരിക്കുന്ന അഡീഷണൽ കോസ്റ്റ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഈ പറഞ്ഞിരിക്കുന്ന അഡീഷണൽ പ്രോഫിറ്റ് കിട്ടും. അതാണ് നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇതെല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് എക്ക് 2,40,000, പ്രോഡക്റ്റ് ബിക്ക് 48,000, പ്രോഡക്റ്റ് സിക്ക് ഇല്ല, പ്രോഡക്റ്റ് ഡിക്ക് 8,013 തന്നിട്ടുണ്ട്. ലെസ് ഇൻക്രിമെന്റൽ ഓർ അഡീഷണൽ കോസ്റ്റ് 2,40,000, 48,000, then 8,030. ഇതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 2,96,030. ഇതിന്റെ ഡിഫറൻസ് ആണ് ഇവിടുത്തെ പ്രോഫിറ്റ്. ഇവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 80,000 rupees ഇവിടെ പ്രോഫിറ്റ് വരും. 3,20,000 rupees 2,40,000 കുറയ്ക്കുമ്പോൾ നമുക്ക് 80,000 rupees പ്രോഫിറ്റ് എന്ന് കിട്ടും. ദെൻ ഇവിടെ പ്രോഡക്റ്റ് ബി യെ സംബന്ധിച്ചുള്ള 40,000 rupees ആയ അഡീഷണൽ സെയിൽസ് നിന്ന് 48,000 rupees ആയ അഡീഷണൽ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ 8,000 ലോസ് ആണ് പ്രോഡക്റ്റ് ബിക്ക് വരുന്നത്. പ്രോഡക്റ്റ് സിക്ക് നോ പ്രോഫിറ്റ് നോ ലോസ് ആണ്. ദെൻ പ്രോഡക്റ്റ് ഡിക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് 16,000 rupees നമുക്ക് ഉണ്ടാവും. ഓക്കെ, ദെൻ ഇതിന്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ 88,000 rupees പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാവും. ഓക്കെ, ദെൻ ഇവിടെ വീണ്ടും ഒരു അഡീഷണൽ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണലി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് പ്രോഡക്റ്റ് എക്ക് നമുക്ക് ഒരു അഡീഷണൽ പ്രോഫിറ്റ് 80,000 rupees ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പ്രോഡക്റ്റ് എ നമുക്ക് എന്താണ് ഡിസിഷൻ ആണ് പറയുന്നത്. ഇതിന്റെ ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് എ അഡീഷണൽ പ്രോഫിറ്റിന് വിധേയമായി കഴിഞ്ഞാൽ അഗെയിൻ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഫർദർ പ്രോസസിങ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് എ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡീഷണൽ പ്രോഫിറ്റ് ആയി 80,000 rupees ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണ്, നമുക്ക് പ്രശ്നമൊന്നുമില്ല. എന്ത് ചെയ്യാം, പ്രോഡക്റ്റ് എ ഫർദർ പ്രോസസിംഗിന് വിധേയമാക്കിയിട്ട് പ്രോഡക്റ്റ് വിറ്റാൽ മതി. അപ്പോൾ അഡീഷണൽ പ്രോഫിറ്റ് 80,000 rupees നമുക്ക് കിട്ടും. പ്രോഡക്റ്റ് ബിയുടെ കേസ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഡിക്ക് അതേപോലെ എന്തുണ്ട്, പ്രോഡക്റ്റ് ഡിക്കാണ് അത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഉള്ളത്. 16,000 rupees പ്രോഡക്റ്റ് ഡിക്ക് ഒരു അഡീഷണൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രോഡക്റ്റ് ബിയും അഡീഷണൽ ഓർ ഫർദർ പ്രോസസിങ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്താൽ മതി, വിറ്റാൽ മതി. പക്ഷേ പ്രോഡക്റ്റ് സിക്ക് എന്തില്ല, നോ പ്രോഫിറ്റ് നോ ലോസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫിൽ വിൽക്കുന്നതായിരിക്കും നമുക്ക് നോർമലി പ്രോഫിറ്റ്. വെറുതെയാണ് ഫർദർ പ്രോസസിങ് ചെയ്യുന്നത്. ദെൻ വെറുതെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് കൂട്ടാന്നല്ലാതെ നമുക്ക് പ്രോഫിറ്റ് ഒന്നും ജനറേറ്റ് ചെയ്യുന്നില്ല. ആർക്കും ലാഭമില്ല, നമ്മുടെ കസ്റ്റമറിനും ലാഭമില്ല, പ്രൊഡ്യൂസർ അല്ലെങ്കിൽ സെല്ലറായ നമുക്ക് ലാഭമില്ല. അപ്പോൾ പ്രോഡക്റ്റ് സി ഉറപ്പായിട്ടും സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫ് വിൽക്കുന്നതായിരിക്കും മോർ പ്രോഫിറ്റബിൾ. പ്രോഡക്റ്റ് ബിയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ 8,000 rupees ലോസ് ആണ് പ്രോഡക്റ്റ് ബിക്ക് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫിലാണ് പ്രോഡക്റ്റ് ബി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ കമ്പ്യൂട്ട് ചെയ്തതുപോലെ
12,800 rupees എന്തുണ്ട്, പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രോഡക്റ്റ് ബി സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് വെച്ചിട്ട് തന്നെ നമുക്ക് വിറ്റ് കളയണം. ഫർദർ പ്രോസസ്സിംഗ് ഒരിക്കലും പ്രോഡക്റ്റ് ബി ചെയ്യരുത്. ബി ചെയ്ത് കഴിഞ്ഞാൽ 8,000 rupees ലോസ് ആവും. ഓക്കെ, ഇതാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ. പിന്നെ ഇതിനകത്തൊരു വേറൊരു സബ് പാർട്ടായിട്ട് നമ്മുടെ മെറ്റീരിയൽ ചെയ്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞിരിക്കുന്ന ജോയിൻ കോസ്റ്റ് എന്ന് പറയുന്ന സാധനം, നമ്മൾ ജോയിൻ കോസ്റ്റ് എന്ന് പറയുന്ന സാധനം നെറ്റ് റിയലൈസബിൾ വാല്യൂവിന്റെ ബേസിലാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിനെ സ്പ്ലിറ്റ് ഓഫ് നമ്മുടെ സെയിൽസിന്റെ ബേസിൽ, അതായത് സെയിൽസ് ബിഫോർ ഫർദർ പ്രോസസ്സിങ്ങിന്റെ ബേസിൽ അവർ ചെയ്യുന്നതാണ്. ജോയിൻ കോസ്റ്റ് അപ്പോർഷൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ പ്രോഫിറ്റിന് വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയില്ല, ക്വസ്റ്റ്യനിൽ എന്ത് ബേസിലാണോ നമുക്ക് ജോയിൻ കോസ്റ്റ് അപ്പോർഷൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആ ഒരു ബേസിൽ അപ്പോർഷൻ ചെയ്താൽ മതി. ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നെറ്റ് റിയലൈസബിൾ വാല്യൂ ആയ സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫിന്റെ ബേസിൽ അപ്പോർഷൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഉറപ്പായിട്ടും ഫുട് നോട്ട് താഴെ ഒരു കമന്റ് കൂടെ നോട്ട് ചെയ്യുക. നമ്മൾ ദർ ഈസ് നോ ഇനഫ് കമന്റ്സ് or enough hints in the question to distribute or to apportion the join cost, so that I consider it as it is very good to apportion the join cost among the products in net realizable value or sales at split off എന്നൊരു കമന്റ് താഴെ നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ച് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. ഫുൾ ആൻസർ, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ. ഓക്കെ.